കൂടുതൽ നഴ്സസ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അധികം ആർക്കും പ്രോസസ്സിനെ പറ്റിയൊരു അവയർനെസ് ഇല്ലാത്തതാണ്. വേർഡ് ഓഫ് മൗത്ത് ത്രൂ നമ്മൾ അറിയുന്നതിലും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യുവാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. കോച്ചിങ് എടുക്കാതെ ഒരു എക്സാം എഴുതുന്നതിന് പകരം എൻക്ലെക്സാറിനും ഓസ്കി ആണെങ്കിലും രണ്ടും കോച്ചിങ് എടുത്തിട്ട് എഴുതുക. കാരണം അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് എഴുതുന്നൊരു എക്സാമാണ്. എൻക്ലെക്സ് തിയറി ബേസ്ഡ് ആണ്, ഓസ്കി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് എക്സാം ആണ്. നമുക്കിന്ന് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ നഴ്സസിൻ്റെ കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു കൺട്രി ഓസ്ട്രേലിയ ആണ്, അല്ലേ? അപ്പം ഈ ഒരു രാജ്യത്തിനോട് അവർക്ക് ഒരുപാട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും UK അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അവർ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് പലപ്പോഴും നമുക്ക് ഈ എന്താ പറയുക, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ നഴ്സിംഗ് മൈഗ്രേഷനിൽ വരുമ്പം എപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യമാണല്ലേ. ഓസ്ട്രേലിയ പ്രൊസീജിയറിനെ അല്ലെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ OBA പാത്വേനെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ശരിക്കും അത് കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, ഇപ്പോഴൊന്നും കംപ്ലീറ്റ് ആവില്ല എന്നുള്ളൊരു തോട്ടാണ് യൂഷ്വലി നഴ്സസിന് എപ്പോഴും ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ അതൊരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ലാക്ക് ഓഫ് അവയർനെസ് തന്നെയാണ് ഈ ഒരു നഴ്സിംഗ് മൈഗ്രേഷനിലേക്ക് വരുമ്പം ഓസ്ട്രേലിയ എന്നൊരു കൺട്രിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ റീസൺ അല്ലേ, അതാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു 8 വർഷത്തെ കരിയർ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 30,000 നഴ്സസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെ നമുക്ക് ഡെയിലി ബേസിസിൽ ഒത്തിരി നഴ്സസ് എൻക്വയറി ചെയ്യാറുണ്ട്. സോ അവരുടെയൊക്കെ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയ എന്നുള്ള ഒരു ഡ്രീം കൺട്രിയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യമാണ്. കൂടുതൽ നഴ്സസ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അധികം ആർക്കും പ്രോസസ്സിനെ പറ്റിയൊരു അവയർനെസ് ഇല്ലാത്തതാണ്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പേടിയുണ്ടാവില്ല, അല്ലേ? അപ്പോൾ മെയിനായിട്ട് നഴ്സസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പ്രോസസ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടും അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ഡെസ്മ ഇൻ്റർനാഷണൽ നമുക്കൊരു എക്സ്പേർട്ട് ടീമാണുള്ളത്. ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും നമ്മുടെ കൗൺസിലേഴ്സ് ആണെങ്കിലും മോർ ദാൻ 5 years എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. സോ അവർ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. അതുവഴി ഒത്തിരി നഴ്സസ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വേറൊരു ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതാണ്. കാരണം എൻക്ലെക്സാറൻ ഓസ്കി എന്നൊക്കെ പറയുന്ന എക്സാം മിക്ക നഴ്സസിനും ഒരു പുതിയൊരു കാര്യമാണ്. ഇപ്പം ഈ എൻക്ലെക്സാറൻ എന്ന് പറഞ്ഞ ഒരു എക്സാമിനേഷൻ നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓസ്കി എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ പൊതുവേ എല്ലാവരും ഈ നഴ്സിംഗ് ഗ്രൂപ്പ്സിൻ്റെ അല്ലെങ്കിൽ നഴ്സസിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർ പറയുന്ന അയ്യോ എൻക്ലിക്സ് ആണോ അത് അല്ലെങ്കിൽ ഓസ്കി ആണോ, ഇത് ഭയങ്കര ടഫായിട്ടുള്ള എക്സാമിനേഷനാണ്, നമ്മൾ വെറുതെ എമൗണ്ട് വേസ്റ്റ് ചെയ്യാമെന്നാണ് എല്ലാവരുടെയും പ്രൈമറി കൺസെപ്റ്റ് എൻക്ലെക്സിനെ കുറിച്ച് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഏതൊരു സിമ്പിൾ ലെവൽ ഓഫ് എക്സാമിനേഷൻ എടുക്കുകയാണ്, ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ എക്സാം എടുക്കുകയാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമ്മൾ എക്സാം ക്ലിയർ ആകാനായിട്ട് പറ്റും. പിന്നെ അതൊരു കാര്യമാണ്. പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒരു വേർഡ് ഓഫ് മൗത്ത് ത്രൂ നമ്മൾ അറിയുന്നതിലും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യുവാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. കോച്ചിങ് എടുക്കാതെ ഒരു എക്സാം എഴുതുന്നതിന് പകരം എൻക്ലെക്സാറിനും ഓസ്കി ആണെങ്കിലും രണ്ടും കോച്ചിങ് എടുത്തിട്ട് എഴുതുക. കാരണം അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് എഴുതുന്നൊരു എക്സാമാണ്. എൻക്ലെക്സ് തിയറി ബേസ്ഡ് ആണ്, ഓസ്കി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് എക്സാമാണ്. സോ തിയറി എക്സാമൊക്കെ ആകുമ്പോഴേക്കും നഴ്സസിന് അത്യാവശ്യം ഒരു ടെൻഷൻ ഉണ്ടാവും എക്സാമിനെ കുറിച്ചിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ള കോച്ചിങ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സസ് കോച്ചിങ് കൊടുക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. സോ അതും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവഴി ഒത്തിരി നഴ്സസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാറുമുണ്ട്. ഓസ്കിയും അതുപോലെ തന്നെയാണ്. അവർക്കിപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി പാസ് ഔട്ടായ നഴ്സസൊക്കെ ആണെങ്കിൽ അവർക്ക് ഓസ്കി ഭയങ്കര ടെൻഷനാണ്. കാരണം എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നും അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക, ഇവർക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതൊക്കെ ഓസ്കി ടഫാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും നാളത്തെ ജേർണി നമ്മൾ നോക്കുമ്പോഴേക്കും ഓസ്കി ആണെങ്കിലും എൻക്ലെക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സക്സസ് റേറ്റ് ഉള്ളതാണ്. ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് നഴ്സസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തവരുടെ അപ്പം അതിൽ
ചിലപ്പം വളരെ ഒരു ചെറിയ നമ്പർ ആയിരിക്കും ഫെയിലായിട്ടുണ്ടാവുക ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ. പക്ഷേ ഇത്രയും ആളുകൾ ക്ലിയർ ചെയ്ത് നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു കാര്യം സ്പ്രെഡ് ആവുന്നതിലും ഫാസ്റ്റായിട്ടാണ് ഈ ഫെയിലായി. അതുകൊണ്ട് ആരും ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ട, ഭയങ്കര ടഫായിട്ടുള്ള പ്രൊസീജിയറാണെന്നുള്ളൊരു എന്താ പറയുക ന്യൂസ് സ്പ്രെഡ് ആവുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും NCLEX-RN എഴുതി കഴിഞ്ഞിട്ട് അവർ സെൽഫായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെ പാസ്സാവുന്ന ഒത്തിരി പേരുണ്ട്. ഇതൊരിക്കലും നമ്മൾ പറയണില്ല ഇതൊരു ഈസി എക്സാമാണെന്ന് പറയണില്ല. നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ആളുകൾക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും, പക്ഷേ എഫേർട്ട് ഇടണം. അതിപ്പോൾ എന്ത് എക്സാം ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ ഒരു എക്സാമിന് ഫേസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പഠിക്കണം അല്ലേ. നമ്മൾ പഠിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ പാസ്സാവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് NCLEX OSCEയും. ഈ ഒരു ഡിലേ ശരിക്കും പറഞ്ഞാൽ ആ NCLEX ക്ലിയർ ചെയ്ത് കിട്ടുന്നത് വരെ അവർക്ക് ടെൻഷനുള്ളൂ. വൺസ് NCLEX-RN ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് OSCE കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് NCLEX-RN തിയറി എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ ഇവരുടെ ഈ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്കിപ്പം മെജോറിറ്റി വരുന്ന ക്ലയൻസ് ആണെങ്കിലും ഏറ്റവും ഒരു 5 to 6 ഇയേഴ്സ് അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് കയറുകയാണ്. സോ ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുമ്പോഴേക്കും അവരുടെ ആ തിയറി കാര്യങ്ങളോട് ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെ വരികയാണ്. അപ്പോൾ NCLEX തിയറി ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇവരത് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും പാസ്സാവും എന്നുള്ളൊരു കൺസേൺ വരുന്നുണ്ട്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോച്ചിങ് എടുക്കാനായിട്ട് പറയണേ. കോച്ചിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. NCLEX-RN എക്സാം എന്ന് പറയുന്നത് MCQ ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് വരുന്നതാണ്. പിന്നെ OSCE എന്ന് പറയുമ്പോഴേക്കും ഈ ഓസ്ട്രേലിയയുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റി അവയർനെസ് ഇല്ലാത്തതും അത് ഫെയിലാക്കാനായിട്ടുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. 2 എക്സാം ആണെങ്കിലും നഴ്സസ് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് വെച്ചിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസാണ്. വേറൊരു കൺസേൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ആദ്യം വരുന്നത് OET ആണെങ്കിൽ അതിന് ഇൻഡിവിജ്വൽ B വേണം, IELTS ആണെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം എന്നൊക്കെയാണ്. പക്ഷേ ഓസ്ട്രേലിയക്ക് അങ്ങനെയല്ല, ക്ലബിങ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അല്ലേ. നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു 2 ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് IELTS ആൻഡ് OET ആണ്. നഴ്സിംഗ് പ്രൊഫഷണൽസ് മാത്രമല്ല, യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന 2 മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റാണ് ഈ പറയുന്ന IELTS ആൻഡ് OET. അതിൽ നഴ്സസ് ആണെന്നുണ്ടെങ്കിൽ OETക്ക് പ്രിഫറൻസ് കൊടുക്കും. കാരണം അവരുടെ ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ OETയിലേക്ക് പോകാനായിരിക്കും താല്പര്യം. ഇപ്പം നമ്മൾ ഒരു 10% ഈ പറഞ്ഞ പോലെ OET അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 ആൾക്കാർക്ക് മാത്രമാണ് OET സിംഗിൾ സിറ്റിങ്ങിൽ B കിട്ടുക. പക്ഷേ ഈ ഓസ്ട്രേലിയയുടെ കേസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പലർക്കും അറിയുന്നത് ഓക്കെ PT ഒരു ഓപ്ഷനാണ്, TOEFL ഒരു ഓപ്ഷനാണെന്നുള്ളതെല്ലാം അവരപ്പോഴാണ് അറിയുന്നത്. ഇപ്പം PTE എക്സാമിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കൺട്രിയുടെ ഏത് കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത്. കാരണം അത് കമ്പാരിറ്റീവ്ലി OET വെച്ച് നോക്കുമ്പം സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. ഈവൻ കോച്ചിങ് എടുക്കാതെ പോകുന്ന ആളുകൾ വരെ ഈ പറയുന്ന എക്സാമിനേഷൻസ് ഫസ്റ്റ് ട്രയൽ റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടുന്നുണ്ട്. എന്തായാലും ഇവർ ഈ OET ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു 70% എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് PT ക്ലിയർ ചെയ്യാം. റീസെൻ്റ്ലി എനിക്കൊരു കാൻഡിഡേറ്റിനെ കിട്ടിയത് ആൾ 9 times OET ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഹോസ്റ്റലിൽ നിന്ന് വരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു PT ഒരു ട്രൈ കൊടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആൾ പോയി പ്രിപ്പയർ ചെയ്തപ്പം നല്ല സ്കോർ തന്നെ കിട്ടി, പാസ്സായി. പിന്നെ കോഴ്സ് വൈസ് ആണെങ്കിലും PT അല്ലേ വളരെ കോഴ്സ് വൈസ് കുറവാണ്, അഫോർഡബിൾ റേറ്റിന് ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല ഇപ്പോൾ OET എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഫേസ് ടു ഫേസ് എക്സാമാണ് കൂടുതലും വരുന്നത്. ലൈക്ക് ഒരു എക്സാമിനർ ഉണ്ടാവും. PT എന്ന് പറയുന്ന എക്സാം എന്ന് പറയുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് അതിൻ്റെ എക്സാം പാറ്റേണും അതുപോലെ തന്നെ അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുക. ഇപ്പം നമ്മൾ ഒരു എക്സാം ഫേസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. PTക്ക് ആ ഒരു ആവശ്യം വരുന്നില്ല. കാരണം കമ്പ്യൂട്ടറാണ് അത് അസസ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാനായിട്ടൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാൻഡിഡേറ്റ്സ് PT എഴുതാനായിട്ട് പോകുന്നത്. ഇപ്പോൾ OET നോക്കി കുറേ നാൾ OET ട്രൈ ചെയ്തിട്ട് പാസ്സാവാത്ത നഴ്സസൊക്കെ ആണെങ്കിൽ PT ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഒത്തിരി കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OET കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ PT അറ്റൻഡ് ചെയ്തിട്ട് അവർക്കത് പാസ്സാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ക്ലബിംഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വിത്തിൻ 6 months
ക്ലബിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ഇൻഡിവിജ്വൽ ബി വേണമെന്ന് പറയുന്നില്ല. PT എന്ന് പറയുമ്പോൾ AI വെച്ചിട്ട് അസസ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ OET അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫിയർ PTക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നഴ്സസിന് PT കംപ്ലീറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസി ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു കൺസേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് രജിസ്ട്രേഷനാണ്. കോസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് ഈ ഒരു ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര എക്സ്പെൻസ് ആവും എന്നുള്ളതാണ് അല്ലേ. യൂഷ്വലി നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പല പല കൺട്രീസിനെ പറ്റി എൻക്വയറി ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഹയർ സ്റ്റഡീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നഴ്സിംഗ് മൈഗ്രേഷൻ ആയിക്കോട്ടെ. ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രീനെ പ്രൈം ലൊക്കേഷൻ ആക്കുന്നതിന് മുന്നേ US അന്വേഷിച്ചിട്ടുണ്ടാകും, കാനഡ അന്വേഷിച്ചിട്ടുണ്ടാകും, UK അന്വേഷിച്ചിട്ടുണ്ടാകും. അങ്ങനെ നഴ്സസിന് പോകാൻ പറ്റിയ ഒരുവിധമുള്ള എല്ലാ കൺട്രീസിനെ പറ്റിയിട്ടും ഇവരൊരു സ്റ്റഡി നടത്തിയിട്ടായിരിക്കും നമ്മളുടെ അടുത്തൊരു എൻക്വയറിക്ക് വരാം. അപ്പം നമ്മളിപ്പം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്ത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് വരുമ്പം ഇവർ ഫസ്റ്റ് ചോദിക്കുന്നുണ്ടാവുക UK പോകാൻ ഇത്ര എമൗണ്ട് ആവില്ലല്ലോ, അല്ലെങ്കിൽ UK റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക UK ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് എനിക്ക് അവിടെ വർക്ക് വിസയിൽ ട്രാവൽ ചെയ്യാലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ പറയുവാണെങ്കിൽ കോസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിയർലി ഒരു എൻറ്റയർ പ്രൊസീജിയറിന് 8.5 lakh INR അടുത്ത് ഇവർക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കോസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇപ്പം ഭയങ്കര ആഗ്രഹമാണെങ്കിൽ പോലും ഈ ഒരു ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷനിലേക്ക് ബാക്ക് ഔട്ട് ആവുന്നതിൻ്റെ ഒരു റീസൺ ഇതും കൂടിയാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 8 to 8.5 lakhs കോസ്റ്റ് വരുന്നുണ്ടെങ്കിലും അതൊറ്റ സ്ട്രെച്ചിൽ തന്നെ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് ആവുന്ന എമൗണ്ട് അല്ല. അതാണ് ഏറ്റവും പ്ലസ് പോയിൻറ്റും കൂടി ഇതിനകത്ത് വരുന്നത്. കാരണം ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞു NCLEX ഉണ്ട്, OSCE ഉണ്ട്, പിന്നെ നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം അല്ലേ. അപ്പോൾ NCLEX എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രോസസ്സ് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. OSCE എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടും പ്രോസസ്സ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. NCLEX എന്ന് പറയുന്ന എക്സാമിൻ്റെ വാലിഡിറ്റി 10 years ആണ്. അപ്പം ഈ കോസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴേക്കും ഈ ടോട്ടൽ എക്സ്പെൻസ് അവരുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ എടുക്കേണ്ടി വരുന്നില്ല. NCLEXന് വരുന്ന കോസ്റ്റ് ആദ്യം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അടുത്തത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് OSCEയുടെ അതുപോലെ തന്നെയാണ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്ക് എപ്പോഴാണോ കാൻഡിഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സമയത്ത് OSCEയുടെ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ്. സോ ഇങ്ങനെ 3 സ്റ്റേജായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഈ ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും എമൗണ്ട് ഇവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ എക്സ്പെർട്ട് ടീം ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സോ അവർ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, പേയ്മെൻറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവഴി ഇവർ ഏത് സ്റ്റേജാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ത്രൂ ആയാൽ മാത്രമാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഈ പ്രൊഫൈൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില കോംപ്ലെക്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാറുണ്ട്. അവരവരുടെ കയ്യിലുള്ള ഹാഫ് ഇൻഫോർമേഷൻ വെച്ചിട്ട് പ്രൊസീജിയർ തന്നെ ചെയ്യാൻ നോക്കി ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ്ലി കോംപ്ലെക്സ് ആക്കി വെക്കുമ്പോഴും ഈ പറയുന്ന ഒരു 8 to 9 months ഓഫ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എപ്പോഴും അല്ലേ കുറച്ചുകൂടി ഡിലേ ആവുന്നുണ്ട്. കാരണം ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലെക്സ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1 year വരുന്നൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് പിന്നെയും ലാഗായി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിപ്പം വേറെ ഏജൻസീസിന് പ്രൊഫൈൽ ഹാൻഡ് ഓവർ ചെയ്ത് വരാറുണ്ടല്ലോ ഡോക്യുമെൻറ്റേഷനിൽ നിന്ന്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് ടീം എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഇൻഡെപ്ത് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് പിന്നെ അത് ടേക്ക് ഓവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാറാണ് പതിവ്. ഇത്രയും കോംപ്ലിക്കേഷൻ തന്നെ ചെയ്യുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ ആപ്രയാണ് തരുന്നത് എന്ന് മാത്രമാണ് അറിയാവുന്നത്. പക്ഷേ ഇതിൻ്റെ പല പല സെക്ഷൻസും ഡിഫറെൻറ്റ് റെഗുലേറ്ററി ബോഡീസാണ് ചെയ്ത് വരുന്നതെന്നുള്ളത് ഇവർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തൊരു മിഡൊക്കെ ആവുമ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. അതാണ് മെയിനായിട്ട് ഇത്രയും ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ളതിന്റെ റീസൺ എന്ന് പറയുന്നത്. ആപ്ര മാത്രമാണ് എല്ലാവരും കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടേംസ് ഉണ്ടല്ലോ. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡിയുടെ കാര്യങ്ങൾ അധികം ആർക്കും അറിയില്ല. ദെൻ NMBA, ANMAC ഇതുപോലുള്ള കുറേ ടേംസ് വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആപ്ര മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികം ആരും അതൊന്നും റെഫർ ചെയ്യാറില്ല. ഇപ്പോൾ ഡെസ്മയിലേക്ക് എൻക്വയറി ചെയ്ത് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ
ആണെങ്കിൽ നമ്മൾ ഇനിഷ്യൽ മുതൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസി ആക്കാനായിട്ട് സാധിക്കും.